ഇന്ന് ഒരു സിമ്പിൾ കണ്ടന്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, എൻ്റെ കയ്യിൽ കുറച്ച് ഓർണമെന്റ്സ് ഉണ്ട്, അതൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു. ഇന്ന് എൻ്റെ ഡ്രസ്സിങ് ടേബിളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചപ്പോൾ കുറേ ഓർണമെന്റ്സ് ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ എപ്പോഴും ഇത് പൊടി തുടച്ച് വെക്കലേ ഉള്ളൂ, ഉപയോഗിക്കലില്ല. അപ്പം നിങ്ങളെ ഒന്ന് ജസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം നമുക്ക് തുടങ്ങിയാലോ. അതിൻ്റെ ഫസ്റ്റ് ബോക്സ് ഞാൻ തുറക്കുകയാണ്. ഇതിനകത്ത് ആദ്യം തന്നെ ഒരു നല്ല മാലയുണ്ട്. ഇതൊരു ബ്ലാക്ക് മെറ്റലിൻ്റെ ഒരു മാലയാണ്, കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇത് നല്ല ഒരു ഹെവി ആയിട്ടുള്ളൊരു മാലയാണ്. ഞാനിത് ജസ്റ്റ് വെച്ച് കാണിക്കാം. ഇത് സാരിയുടെ കൂടെ ഒക്കെ ഉടുക്കുമ്പോൾ അടിപൊളിയായിരിക്കും. ഇത് ഞാൻ കുറേ പ്രാവശ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല, ഇത് ഞാൻ മാറ്റി വെച്ചേക്കാം. പിന്നെ ഉള്ളത് രണ്ട് അടിപൊളി ഒരു ബാംഗിൾസ് ആണ്. കണ്ട, ഇത് ഞാൻ വാങ്ങിയതല്ല, ഒരു കല്യാണത്തിന് പോയിരുന്നു. ഒരു ബ്രാഹ്മിൻസിൻ്റെ കല്യാണമാണ്. അപ്പം ആ കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ ഫംഗ്ഷന് പോയപ്പം അവരവിടെ വരുന്ന ഗസ്റ്റിനൊക്കെ കുറച്ച് ഗിഫ്റ്റൊക്കെ കൊടുക്കും. ആ ഗിഫ്റ്റിൻ്റെ കൂട്ടത്തിൽ കിട്ടിയതാണ് ഈ വള. നല്ല വളയാണ്. ഇത് വൈറ്റ് കളർ സൽവാറിൻ്റെ കൂടെ ഒക്കെ ഇടാൻ അടിപൊളിയായിരിക്കും. ഞാനത് ഇട്ടിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വള. ഇത് വേറൊരു ബ്ലാക്ക് മെറ്റലിൻ്റെ മാലയാണ്. നല്ല ഭംഗിയുള്ള സിമ്പിളായിട്ടുള്ളൊരു മാലയാണ്. ഇതൊക്കെ ചുമ്മാ ഉള്ള കമ്മലാണ്, ഇതൊന്നും അങ്ങനെ യൂസ് ചെയ്തിട്ടേ ഇല്ല. ഇതും ഒരു കമ്മലാണ്. ഇതിൻ്റെ ഒരെണ്ണം കാണുന്നില്ല. പിന്നെ ചിലതൊക്കെ ചെറിയ ചെറിയ ഇങ്ങനത്തെ കമ്മലുകളാണ്. ഇതൊന്നും അങ്ങനെ യൂസ് ചെയ്യുന്നേ ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു കല്യാണത്തിന് പോയപ്പോൾ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയെന്ന്, അതിൻ്റെ കൂട്ടത്തിലുള്ളതാണ് ഇത്, ഈ ബ്രേസ്ലെറ്റ്. ഇത് ഞാനങ്ങനെ യൂസ് ചെയ്യുന്നില്ല. അപ്പം ഒരു ബോക്സ് കഴിഞ്ഞു, അടുത്ത ബോക്സ് പൊട്ടിക്കാം. ഇത് എൻ്റെ ഇതുപോലെ കമ്മലുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്ന ബോക്സാണ്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ആമസോണിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇത് വാങ്ങിച്ച് നിങ്ങൾക്കും നിങ്ങളുടെ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ജിമിക്കീസും കാര്യങ്ങളൊക്കെയാണ്. ഇത് വളരെ വലിയൊരു ജിമിക്കിയാണ്. ഞാനിത് ഏതൊരു ഡാൻസ് പ്രോഗ്രാമിന് വേണ്ടി വാങ്ങിയതാണ്. പക്ഷെ ഇത് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഭയങ്കര ഹെവി ആയിരുന്നു. ഇത് വെച്ചിട്ട് ഡാൻസ് കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തില്ല. പിന്നെ വേറൊരു ജിമിക്കി കണ്ടോ, ഞാൻ എല്ലാം കാണിക്കുന്നില്ല, കുറേയൊക്കെ എടുത്ത് കാണിക്കാം. കണ്ടോ, ജിമിക്കിയാണ്. പിന്നെ ഇതും ഞാനിതുപോലെ ഡാൻസ് പ്രോഗ്രാമിന് വേണ്ടി വാങ്ങിയതാണ്. ഇത് അത്യാവശ്യം ഹെവി ആയിട്ട് തോന്നുന്നുണ്ട് എങ്കിലും ഇത് ഇടുമ്പോൾ അത്ര വെയിറ്റ് ഇല്ല കേട്ടോ. ഇത് കുറച്ച് കംഫർട്ടബിൾ ആണ് ഡാൻസ് ചെയ്യാൻ. പിന്നെ ഉള്ളത് ഈ ജിമിക്ക് ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ ഗുഡ് വില്ലിൽ നിന്ന് എന്തോ വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഇതൊരു തിന്നായിട്ടുള്ളൊരു ജിമിക്കിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ജിമിക്കുകളാണ് ഇതെല്ലാം. അങ്ങനെ കുറേ. പിന്നെ ജിമിക്ക് അല്ലാത്ത മോഡലൊരു കമ്മലുണ്ട്, ഇതും അത്യാവശ്യം നല്ല കമ്മലാണ്. ഇത് ഞാൻ വല്ലപ്പോഴും ഒക്കെ ഇടാറുണ്ട് ഈ ഒരു കമ്മൽ സെക്ഷനിൽ. പിന്നെ വേറൊരു ബോക്സ് പൊട്ടിക്കാം. ഇതിനകത്ത് ഈ ഒരു വള, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വളയാണ്. ഇത് ഞാൻ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ ഇടാറുള്ള വളയാണിത്. ഇത് നല്ലൊരു മാലയാണ് കേട്ടോ, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഈ മാല. ഇതും ട്രഡീഷണൽ ആയിട്ടുള്ള ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ ഞാൻ ഇടാറുള്ള മാലയാണിത്. അതിൻ്റെ സെറ്റ് കമ്മൽ, ഇത് സെറ്റായിട്ട് കിട്ടിയതല്ല, പക്ഷെ ഇത് ഞാൻ സെറ്റാക്കി, കാരണം ഇതുമായിട്ട് നല്ല മാച്ചിങ് ആണ് ഈ കമ്മൽ, അതുകൊണ്ട് ഞാൻ ഇടാറുണ്ട് ഇത്. ഇതൊരു മോതിരമാണ്, സിമ്പിളായിട്ടുള്ളൊരു മോതിരം. ഒരു കസിൻ്റെ മാരേജ് ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയൊരു മാലയാണിത്. ഇത് നല്ലൊരു നെക്ലേസ് ആണ്. കണ്ടോ, അതിൻ്റെ കൂട്ടത്തിലൊരു ജിമിക്ക് വരുന്നുണ്ട്, കാണിച്ചു തരാം. ഒരു കുഞ്ഞി ജിമിക്ക്. ഇത് ഒരു ജിമിക്കാണ്, ഇതിൻ്റെ ലോക്കറ്റ്. ഇതിന് സെറ്റായിട്ടുള്ളൊരു കമ്മലും ഉണ്ട്. ഇതാ ഈ സെയിം ജിമിക്ക് തന്നെയാണ് ഈ കമ്മൽ, സെയിം പാറ്റേൺ ആണ് വരുന്നത്. ഇത് എൻ്റെ കല്യാണത്തിൻ്റെ റിസപ്ഷന്, അതായത് തലേ ദിവസത്തെ പരിപാടിക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ്. ഇത് അതുകൊണ്ട് ഒരിക്കലും ഞാൻ കളയില്ല, ഇതിങ്ങനെ സൂക്ഷിച്ചു വെക്കും. അതുപോലെ തന്നെ ഇതും ആ ഒരു
ഫങ്ഷനോടൊക്കെ അനുബന്ധിച്ച് ഞാൻ മേടിച്ച കുറച്ച് കമ്മലുകളാണ് ഇതെല്ലാം. പിന്നെ ഇതൊരു ചുട്ടി. ഈ ചുട്ടിയൊക്കെ ഞാൻ കല്യാണത്തിൻ്റെ ഫങ്ഷന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഇത് ഞാൻ എൻ്റെ അല്ല, ഇത് മോന് വേണ്ടി ഞാൻ വാങ്ങിയതാണ്. അവനെ കൃഷ്ണനായിട്ട് ഒരുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുത്തുമാല വേണമായിരുന്നു. ആ ഒരു സെറ്റ് മുത്തുമാലയുടെ കൂട്ടത്തിലുള്ളതാണ് ഇത് കമ്മല്. ഇതും റിസപ്ഷൻ അനുബന്ധിച്ച് ഞാൻ മേടിച്ചതാണ്. പിന്നെ ഇതൊരു കിടിലൻ നെക്ലേസ് ആണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് എല്ലാത്തിൻ്റെയും കൂടെ പോവും കേട്ടോ. മോഡേൺ ഡ്രസ്സിൻ്റെ കൂടെ പോവും, സൽവാറിൻ്റെ കൂടെ പോവും, സാരിയുടെ കൂടെ പോവും. അങ്ങനത്തെ ഒരു കിടിലൻ ഒരു മാലയാണ് ഇത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ കമ്മൽ ആൻഡ് മാല കളക്ഷൻ. പിന്നെ കുറച്ച് ബാംഗിൾസ് ആണ്. ബാംഗിൾസ് കാണിക്കാനും വേണ്ടി ഒന്നുമില്ല, കുറച്ച് കുപ്പിവളകളൊക്കെയാണ്. ഇതൊന്നും ഇടാറില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുപ്പിവളകൾ. അതുകൊണ്ട് ഞാനിങ്ങനെ കുറേ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതൊരു സിമ്പിൾ വീഡിയോ ആണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.